ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിനായിട്ടുണ്ടല്ലോ ഞാനിവിടെ ഒരു 10 പീസോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള അത്ര കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് പച്ചമസാല ആണ്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു കായം തേച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അതാ ഞാനിവിടെ പച്ചമസാല 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 3 ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ കുറച്ച് ടൈം എടുക്കട്ടെ. ഏറ്റവും നല്ലത് കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്താൽ ഉപ്പൊക്കെ എല്ലാം പിടിച്ച് നമുക്ക് നോക്കാം. പാകത്തിനുള്ള അത്ര ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കായെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചിക്കന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ബൗൾ എടുക്കാം കേട്ടോ. ആ ഒരു ബൗളിൽ ഞാനിവിടെ 2 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്നിട്ട് മാറ്റി വെക്കും. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരുവിധം ആൾക്കാർക്ക് അറിയാം ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന്. ഇല്ലാത്തവർക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള അത്ര ഓയിൽ മതി. ഭയങ്കര നല്ല ഗോൾഡൻ കളറായിട്ട് ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ശാലോ ഫ്രൈ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് ഇതുപോലൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കളറൊന്നും അധികം മാറാത്ത രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാഞ്ഞത്. കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം കൂടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റോളാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്നും കോരിയെടുക്കാം. നല്ല ബ്രൗൺ കളറാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഫ്രൈ ചെയ്ത ചിക്കനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കുണ്ടല്ലോ ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ഇതാ ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഞാനൊരു ചെറിയ സവോള എടുത്തിട്ട് നല്ല കുനുകുനാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള അത്ര പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം പച്ചമസാലയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഓൾറെഡി പച്ചമസാല നമ്മൾ ചിക്കൻ കായം തേക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ക്യാപ്സിക്കൊക്കെ കൂടി ഇടുമ്പോഴാണ് നമുക്ക് ഈ വൈറ്റ് കളർ ചിക്കൻ മാറിയിട്ട് കുറച്ച് ഗ്രീനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടി എരിവിന് ആവശ്യമായിട്ടുള്ളത്ര കുരുമുളക് പൊടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ഞാനൊരു 3 ടീസ്പൂണോളം സോയാ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുന്നേ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ അതാണ്. അതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഗ്രേവി ഉണ്ടല്ലോ കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ അതേ അത്ര ബൗളിൽ തന്നെ കുറച്ച് വെള്ളം കൂടി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആക്കി കൊടുത്ത് നല്ലൊരു കട്ടിയിൽ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ കോൺഫ്ലവർ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എപ്പോഴും മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലിയില ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല.
പിന്നെ നമ്മൾക്കുണ്ടല്ലോ ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.